ാണ് ഇന്ന് പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന, ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം അതിനേക്കാൾ ആശങ്കയോടെ കാത്തിരുന്ന കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ കരട് വിജ്ഞാപനത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിരിക്കുന്നു. UDF സർക്കാരിനും UDF മുന്നണിക്കും ഏറ്റവും അധികം ആശ്വാസം നൽകുന്ന തീരുമാനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേസമയം കേന്ദ്ര സർക്കാരും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഇപ്പോൾ കരട് വിജ്ഞാപനത്തിന്, കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്മേലുള്ള കരട് വിജ്ഞാപനത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നു. ഈ വിഷയമാണ് ഇന്ന് പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം UDFിലെ പ്രശ്നങ്ങളെല്ലാം ഏതാണ്ട് ഇടുക്കി സീറ്റ് ഒഴികെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഏതാണ്ട് പരിഹാരമായിരിക്കുന്നു. ഇതിന്റെ രാഷ്ട്രീയ വശവും UDF ഇപ്പോൾ എത്തി നിൽക്കുന്നതിന്റെ ആശ്വാസകരമായ സാഹചര്യവും പ്രൈം ടൈം പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നു ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, ഇടുക്കി സമരസമിതിയുടെ, മലയോര കർഷക ഹൈറേഞ്ച് സമരസമിതിയുടെ കൺവീനർ ശ്രീ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ. അതോടൊപ്പം തന്നെ മന്ത്രി KC ജോസഫ് നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നു. ആന്റണി രാജു, കേരള കോൺഗ്രസ് M നേതാവ് എന്നിവർ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നു. ഇപ്പോൾ തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ശ്രീ നാരായണൻ വെളിയങ്കോട്, ഇടതുപക്ഷ പ്രവർത്തകൻ നാരായണൻ വെളിയങ്കോടും നമ്മളോടൊപ്പം ഇപ്പോൾ തത്സമയം സ്റ്റുഡിയോയിലുണ്ട്. ഞാൻ ആദ്യം ശ്രീ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കലേക്ക്, വളരെ പ്രതിഷേധമുണ്ടായിരുന്നു സമരസമിതിക്ക്, അതോടൊപ്പം തന്നെ വലിയ ആശങ്കയുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ ഇടക്കാല വിജ്ഞാപനത്തിന് സാധ്യതയുണ്ടോ, അത് യാഥാർത്ഥ്യമാകുമോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ടായിരുന്നു. ഇതെല്ലാം പരിഹരിക്കപ്പെട്ടുകൊണ്ട് കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കാമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിരിക്കുന്നു. സമരസമിതി എങ്ങനെ കാണുന്നു ഇതിനെ? ഞങ്ങൾ വ്യക്തമായി നേരത്തെ മുതൽ ആവശ്യപ്പെട്ടിരുന്ന കാര്യം 13/11/2003 ഇറങ്ങിയ ഉത്തരവ് വിജ്ഞാപനം പിൻവലിക്കണം എന്നുള്ളതായിരുന്നു. ആ വിജ്ഞാപനം ഇതുവരെയും പിൻവലിക്കപ്പെട്ടിട്ടില്ല. അതൊരു അന്തിമ വിജ്ഞാപനമാണ്. ഒരു കരട് വിജ്ഞാപനം കൊണ്ട് ഒരു അന്തിമ വിജ്ഞാപനത്തെ അതിജീവിക്കാനാവില്ല എന്നാണ് നിയമ വിദഗ്ധന്മാര് വ്യക്തമായി പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ ആശങ്ക മാറിയിട്ടില്ല. കരട് വിജ്ഞാപനം വഴി അന്തിമ വിജ്ഞാപനം 13/11 ഉത്തരവ് പൂർണ്ണമായി റദ്ദാക്കപ്പെട്ടുവോ എന്നറിയണം. നിലവിൽ അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ 13/11 ഉത്തരവ് പിൻവലിക്കുകയില്ല എന്ന് പല പ്രാവശ്യം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പകരമാണ് കരട് വിജ്ഞാപനം കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നത്. ഓഫീസ് മെമ്മോറാണ്ടം കരട് വിജ്ഞാപനം ഇതുകൊണ്ടൊന്നും പ്രശ്നം തീരുകയില്ല. പ്രശ്നം തീരണമെങ്കിൽ പക്ഷേ ഇവിടെ ശ്രീ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള വിഷയം കേരള സർക്കാരും കേന്ദ്രവും കോൺഗ്രസും എല്ലാം എടുത്തു പറയുന്നത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിൽക്കെ ഒരു അന്തിമ വിജ്ഞാപനത്തിന് സാധ്യമല്ല. സർക്കാരിന് സാധ്യമായത് കരട് വിജ്ഞാപനമായിരിക്കുന്നു. അത് ഇപ്പോൾ വന്നിരിക്കുന്നു. അത് കുറെ കൂടെ ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടി അതിനെ കാണണ്ടേ? ഇത് ഗവൺമെന്റിന്റെ ഒരു തന്ത്രമാണ്. ഈ അന്തിമ വിജ്ഞാപനം 13/11 ഉത്തരവ് വന്നത് മുതൽ ഇവിടുത്തെ ജനത മുഴുവൻ സമരത്തിലാണ്. ഒരിക്കൽ പോലും ഈ സമരത്തിന് പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇപ്പോൾ ആ ഇലക്ഷൻ വിജ്ഞാപനം വന്നതിന് ശേഷം അതിന് തലേ ദിവസം രാത്രിയിൽ ഒരു ഓഫീസ് മെമ്മോറാണ്ടം ഇറക്കുക, പിന്നെ ഒരു കരട് വിജ്ഞാപനം കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ഇലക്ഷനിൽ ഉണ്ടായ ഈ ജനങ്ങൾക്കുണ്ടായ ആ പ്രതിഷേധം ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടിയും ഈ പ്രശ്നത്തിൽ ഇളഞ്ഞു നിൽക്കുന്ന കക്ഷികളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയുമാണ്. അല്ലാതെ ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ല. ഈ 2 മാസം നിങ്ങൾക്ക് അഭിപ്രായം പറയാം. അത് കഴിഞ്ഞിട്ട് ആരാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇവരാണ് വരുന്നതെങ്കിൽ ഇത്രയും കാലം സമരം നടത്തിയിട്ട് തിരിഞ്ഞു നോക്കാത്തവർ ഈ പ്രശ്നം പരിഹരിക്കുമോ? വേറെ ആരെങ്കിലും ഗവൺമെന്റ് ആണ് വരുന്നതെങ്കിൽ ആ ഗവൺമെന്റ് വന്നാലും ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടരും. ദയവായി തുടരുക ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ. ഇപ്പോൾ നമ്മളോടൊപ്പം KC ജോസഫ് മന്ത്രി ലൈനിലുണ്ട്. ശ്രീ KC ജോസഫ്, ഇതായിരുന്നു സമരസമിതിയുടെ ആരോപണം. ഇതാണ് പ്രധാനമായി അന്തിമ വിജ്ഞാപനമില്ല എന്ന്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആലോചിക്കുമ്പോൾ മറ്റ് ഒരു സംസ്ഥാനവും ചെയ്യാത്ത അത്രയും വേഗത്തിൽ ഇടപെട്ട് സംസ്ഥാന സർക്കാർ ഇതിൽ കാര്യമായി ഇടപെട്ടത് കൊണ്ടല്ലേ ഇപ്പോൾ ഒരു കരട് വിജ്ഞാപനത്തിന്റെയെങ്കിലും സാധ്യതയുണ്ടായത്?
എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടു. കാരണം നമ്മുടെ മുഖ്യമായ ആവശ്യം ESI ഉൾപ്പെടുത്തിയ 123 വില്ലേജുകളിലെ ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും പ്ലാന്റേഷൻ പ്രദേശങ്ങളും ESI നിന്നും ഒഴിവാക്കണമെന്നായിരുന്നു. ഇതിനുവേണ്ടിയാണ് സംസ്ഥാന ഗവൺമെന്റ് ഉമ്മൻ കൺവീനറായ കമ്മിറ്റിയെ നിയോഗിച്ചത്. ആ കമ്മിറ്റി എല്ലാ മേഖലയിലും പോയി തെളിവെടുപ്പ് നടത്തി. അതിനെ തുടർന്ന് 123 വില്ലേജുകളിലും കമ്മിറ്റി ഉണ്ടാക്കി. ഈ മേഖലകളുടെ എല്ലാം യഥാർത്ഥമായ അവസ്ഥ പഠിച്ച് വളരെ സമഗ്രമായ റിപ്പോർട്ടാണ് കേരള ഗവൺമെന്റ് കൊടുത്തത്. ആ റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനുള്ള പ്രാധാന്യം തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഉമ്മൻ കമ്മിറ്റി നൽകിയിരിക്കുകയാണ്. ദയവായി ഒന്ന് തുടരുക. ഞാനിപ്പോൾ PC ജോർജ് സർക്കാർ ചീഫ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നു ചർച്ചയിൽ. ശ്രീ PC ജോർജ്, വളരെ ശക്തമായി കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ പരാമർശങ്ങളും കണ്ടെത്തലുകളിലും ഒക്കെ അപകടം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയ ആദ്യ നേതാവാണ് ശ്രീ PC ജോർജ്. ഇവിടെ ഇപ്പോൾ അതിൽ സമരസമിതി അടക്കമുള്ള കാർഷിക മേഖലയിലെ പ്രതിഷേധത്തിനെല്ലാം പരിഹാരമാകും വിധത്തിൽ കരട് വിജ്ഞാപനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിരിക്കുന്നു. സർക്കാരിന്റെ പ്രയത്നം ലക്ഷ്യം കണ്ടു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? പ്രവർത്തനം ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രവർത്തനം, മുഖ്യമന്ത്രിയുടെയും രമേശ് ചെന്നിത്തലയുടെയും സുധീറിന്റെയും ഒക്കെ പ്രവർത്തനം, അതുപോലെ തന്നെ AK ആന്റണിയുടെ ആത്മാർത്ഥത, സോണിയാഗാന്ധി വരെ ഇടപെട്ട ഇഷ്യൂ ഏതായാലും നല്ല ഒരു വാർത്തയായിട്ടാണ് കേരള കോൺഗ്രസ് പാർട്ടിയെ കാണുന്നത്. കാരണം 23 ലക്ഷത്തോളം വരുന്ന മലയോര കർഷകൻ വേദനിക്കുന്ന പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാവുന്ന ലക്ഷ്യത്തോടുകൂടി മനുഷ്യവാസ കേന്ദ്രങ്ങളെയും അതുപോലെ കൃഷിഭൂമിയെയും അതോടൊപ്പം CHF ഭൂമിയെയും തോട്ടങ്ങളെയൊക്കെ എക്കോളജിക്കലി ഫജീൽ എന്ന ലാൻഡ് അല്ല, ഇത് കൃഷിഭൂമിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള ഓർഡറാണ് ഇപ്പോ വരക്കാൻ പോകുന്നത്. അതിനാണ് ഇലക്ഷൻ കമ്മീഷൻ അനുമതി നൽകിയത്. പക്ഷേ ശ്രീ PC ജോർജ്, സമരസമിതി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ഉന്നയിക്കുന്ന വിഷയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ സംതൃപ്തരല്ല. കാരണം ഒന്ന്, കരട് വിജ്ഞാപനത്തിന്റെ നിയമസാധ്യത; രണ്ട്, കരട് സാധുത, നിയമസാധുത ഇല്ലാത്ത ഒരു കരട് വിജ്ഞാപനം; രണ്ട്, അന്തിമ വിജ്ഞാപനം വന്നുവെങ്കിൽ മാത്രമേ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾക്ക് പരിപൂർണ പരിഹാരമായോ എന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അന്തിമ വിജ്ഞാപനമാണ് വേണ്ടത്. മാത്രമല്ല, ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത സർക്കാർ UPA സർക്കാർ തന്നെയാണെങ്കിൽ ഇത് നടപ്പാക്കുമോ എന്ന് ഉറപ്പില്ല. BJP സർക്കാർ ആണെങ്കിൽ ഇത് നടപ്പാക്കില്ല എന്നും വിചാരിക്കാം. അവിടെയാണ് ആശങ്ക ഇരട്ടിക്കുന്നത്. ആയാലും ആശങ്കയൊക്കെ മറുപടി പറഞ്ഞാൽ കൂടെ പോകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി കാർഷിക മേഖലയിൽ ജനവാസികളെ ഒഴിവാക്കാൻ വേണ്ടി ഡ്രാഫ്റ്റ് നോട്ട് അടിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ ആരംഭമാണ്, തുടക്കമാണ്. അപ്പൊ അത് കണ്ടില്ല എന്ന് വെച്ചോണ്ട് ഈയൊരു വർത്തമാനം പറഞ്ഞ് നോക്കുന്നത് അതിന് മറുപടി നമുക്ക് വരില്ല. സാമാന്യ ബോധമുള്ള ആൾക്ക് വിവരം മനസ്സിലാവും. അത് ഉറങ്ങി കിടക്കുന്നത് വിളിച്ചെത്തിക്കാന്ന് എനിക്ക് പറ്റിയില്ല. ഇനി 60 ദിവസം ഉണ്ട് ആൾക്ക് പരാതി കൊടുക്കാം. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ 60 ദിവസത്തിന് ശേഷം ഫൈനൽ നോട്ടിഫിക്കേഷൻ വരും. അതിപ്പോ ഈ ഗവൺമെന്റ് ആയിരിക്കണം നിർബന്ധം. അത് വരട്ടെ, വരുമ്പോ കാണാം. അതാണ് സംബന്ധിച്ചതേ പോലെ ഇപ്പൊ അക്കരയ്ക്കുന്ന പറ്റി തുറന്നു പൊട്ടിച്ച് ആര് വെള്ളം ഇങ്ങോട്ട് കടിക്കുന്ന തുഴയും പൊക്കെ പിടിച്ച് ഓടണോ? അത് ആവശ്യമില്ല. അച്ഛന്റെ ആശയ കർത്താരണ്ട. ശരി, പക്ഷേ അച്ഛൻ അത്ര വേദനിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ PC ജോർജ്, ഇവിടെ വിഷയം വീണ്ടും സമരസമിതിയുടെ ആശങ്ക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതെല്ലാം ഒരു രാഷ്ട്രീയ ഇപ്പോൾ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും പറയുന്നത് പോലെ കേരളം വീണ്ടും വഞ്ചിക്കപ്പെടുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓഫീസ് മെമ്മോറാണ്ടം എന്ന് പറഞ്ഞു, ഇപ്പോൾ കരട് വിജ്ഞാപനം എന്ന് പറഞ്ഞു. ഇതൊക്കെ കേരളത്തെ വഞ്ചിച്ചുകൊണ്ട് വോട്ട് പെട്ടിയിലാക്കിയ ശേഷം ഇതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. അവിടെ അതാണ് പിണറായിയും പറയുന്നത്, വഞ്ചിക്കപ്പെടുന്നു, വീണ്ടും വഞ്ചിക്കപ്പെടുന്നു എന്ന്. പിണറായി അത് പറഞ്ഞെങ്കിൽ അദ്ദേഹം കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ ലൈൻ പറയാൻ അവകാശമുണ്ട്, സ്വാതന്ത്ര്യം. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലോ.
അതിനൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷെ അതിനനുസരിച്ച് അച്ചക്കടന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഡ്രാഫ്റ്റ് ഓർഡർ ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഉമ്മന്റെ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് അതേപടി അംഗീകരിച്ചുകൊണ്ടുള്ള ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനാണ് ഇറക്കുന്നത്. അത് ഞാൻ കണ്ടു. ആ നിലയ്ക്ക് എനിക്ക് അതിന് നിൽക്കാൻ പറ്റുമോ? ഞാൻ കണ്ട കാര്യം കണ്ടില്ലെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുകയെ അതേപടി അംഗീകരിച്ചുകൊണ്ടുള്ള ഡ്രാഫ്റ്റ് ഓർഡറാണ്. ആ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന്റെ ഈ കാര്യത്തിലുള്ള ആശങ്ക അർത്ഥമില്ല എന്ന് ചിന്തിക്കുകയാണ്. പക്ഷേ ഇനിയും സമയമുണ്ട്. 6 മാസം കഴിഞ്ഞ് ഓർഡർ വന്നാൽ ഇത് അവിടെ മാത്രമല്ല, മലയോര മേഖല മാത്രമല്ല കടന്നു ചാടേണ്ടത്. ഇവിടെ കായൽ കടലോര മേഖല പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുണ്ട്. അവർക്ക് വന്നിരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ട്. അതിവിടെ വളരെ വ്യക്തമാണ്. കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പഠന സംവിധാനത്തിൽ പോലും പൊളിച്ചെടുത്ത് വേണമെന്ന് പറയുന്ന ആളാണ് VC ജോർജ്. കേന്ദ്ര ഗവൺമെന്റ് സൗകര്യം പോലെ പ്രഖ്യാപിച്ചുകൊണ്ട് വിടുകയും ഇത് മുഴുവൻ കേരളത്തിലെ ജനങ്ങൾ ചോക്കുകയും ചെയ്യാൻ പറഞ്ഞാൽ പറ്റുന്ന കാര്യമില്ല. ഇവിടെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പോലെ തന്നെ ഇതുപോലെ ആശങ്ക ജനങ്ങൾ ഉണ്ടാക്കിയ കേന്ദ്ര ഗവൺമെന്റ് നടപടിയിൽ അമർശമുണ്ട്. അവസാനമായി ഒരു കാര്യം കൂടെ ശ്രീ PC ജോർജ്, കാരണം വിജ്ഞാപനം വന്നില്ലെങ്കിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ മന്ത്രിയും MLA-യും MP-യും ഒന്നും വേണ്ട എന്ന് താങ്കൾ കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ വൈസ് ചെയർമാൻ പറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ നിലപാടിന്റെ ഒന്നും ആവശ്യമില്ല. കാര്യങ്ങൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ ക്ലിയർ ആണ്. കസ്തൂരിരംഗന്റെ കാര്യം പറഞ്ഞു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഈ രാജിവെക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അതിന്റെ ഡ്രാഫ്റ്റ് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടില്ല. ആ ഡ്രാഫ്റ്റ് നോട്ട് വായിച്ച ആളെന്ന നിലയിൽ ഇനി ആശങ്കയ്ക്ക് വകയില്ല എന്ന് എനിക്ക് ഉത്തരം പോച്ചുകൊണ്ട് ഇപ്പോൾ 2 ദിവസം ഡ്രാഫ്റ്റ് ഇവിടെ എല്ലാവരും കിട്ടിയല്ലോ. അത് വായിച്ചു കഴിയുമ്പോൾ ഇടുക്കിയിലെ അച്ഛനൊക്കെ സ്നേഹമായി പ്രശ്നം പരിഹരിക്കപ്പെടും. ശരി, ഇനി മറ്റൊരു വിഷയം താങ്കൾക്ക് പറയാൻ കഴിയുമെങ്കിൽ പറയുക. അല്പം മുൻപ് കോൺഗ്രസുമായുള്ള ചർച്ചയുണ്ടായിരുന്നു. ആ ഇടുക്കി സീറ്റിനെ കുറിച്ചായിരുന്നു ചർച്ച. ആ ചർച്ച ആശാവഹമാണോ? കാര്യങ്ങൾ ഇടുക്കി സീറ്റിന്റെ കാര്യത്തിലുള്ള തർക്കം ഞാൻ പറയാം. ഇടുക്കി സീറ്റ് സംബന്ധമായി ഞങ്ങളുടെ ആർഗ്യുമെന്റ് അവിടെ നിൽക്കുകയാണ്. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സ്ഥാനത്ത് തരാൻ കഴിയില്ല എന്ന് ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ്. ഞങ്ങൾക്ക് അത് കിട്ടിയ ഒരു നിർബന്ധ ബുദ്ധി നിൽക്കുക. അത് നാളെ UDP യോഗമുണ്ട്. അത് കഴിഞ്ഞ് അവര് കോൺഗ്രസ് നേതാക്കന്മാർ എന്ത് പറയുന്നു നോക്കട്ടെ. അത് സ്വാഭാവികമായി തരാൻ വളരെയേറെ വൈഷമ്യം ഉള്ളതായി അവർ കോൺഗ്രസ് നേതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്ക് അത് കിട്ടാതെ പറ്റുകയില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് 2 ദിവസത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. ഏതായാലും ഇടുക്കി സീറ്റ് വേണമെന്ന കാര്യത്തിൽ കേരള കോൺഗ്രസ് എം ഇപ്പോഴത്തെ നിലപാടിൽ ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല. പിന്നോട്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് ഒരു ആർഗ്യുമെന്റ് ഉണ്ടോ? അപ്പൊ ഞങ്ങൾ മുന്നോട്ട് എന്ന് പറഞ്ഞ തന്നെ ആർഗ്യുമെന്റ്. കോൺഗ്രസ് പറയുന്നത് തരികേറുമ്പോൾ അവർ മുന്നോട്ട് വരുന്നു. ഇത് ആരെങ്കിലും ഒരാൾ പുറകോട്ട് പോകണം. അത് 2 ദിവസത്തിൽ നമുക്ക് ആരോടും നോക്കാം. അതന്നെ പറ്റൂ. ശരി ശരി, വളരെ സന്തോഷം ശ്രീ PC ജോർജ് ചർച്ചയിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം. ഇതാണ് ശ്രീ ദയവായി ക്ഷമിക്കുക നാരായണൻ വെളിയങ്കോട്. PC ജോർജ് പെട്ടെന്ന് ചർച്ച കഴിഞ്ഞ് കോൺഗ്രസുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് പുറത്തു വന്നതുകൊണ്ടാണ് അതിലേക്കും കൂടെ പോയത്. ഏതായാലും ആദ്യം ഫാദർ പറഞ്ഞതുപോലെ, സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞതുപോലെ 1-2 വിഷയങ്ങളിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. പക്ഷേ ഇവിടെ PC ജോർജ് ആണെങ്കിലും അതേപോലെ തന്നെ KC ജോസഫ് ആണെങ്കിലും പറയുന്നു അന്തിമ വിജ്ഞാപനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമായിട്ടുള്ളത് കരട് വിജ്ഞാപനം തന്നെയാണ്. അത് വന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എന്തിനായിരുന്നു ഈ കരട് വിജ്ഞാപനം? അതാണ് മനസ്സിലാവാത്തത്. ഇതിന്റെ മുന്നേ വന്നിട്ടുള്ള ഓഫീസ് മെമ്മോറാണ്ടം എന്ന് പറഞ്ഞിട്ട് അവര് ചില കാര്യങ്ങൾ ഇറക്കി. അതിനൊന്നും പോകാതെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും പെർമിഷൻ ആവശ്യപ്പെടാതെ ഇവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു എന്ത്? നവംബർ 13 ഇറക്കിയിട്ടുള്ള ആ വിജ്ഞാപനം പിൻവലിക്കുക എന്ന് പറഞ്ഞത്. അതിൽ ഇത് നടപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നുള്ള വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വിജ്ഞാപനമാണത്. അത് പിൻവലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ യാതൊരു പ്രശ്നമില്ല. പുതിയൊരു ഓഫീസ് മെമ്മോറണ്ടത്തിന്റെ ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ കരട് വിജ്ഞാപനത്തിന്റെ ആവശ്യം വരുന്നില്ല. അത് പിൻവലിക്കാത്തോടത്തോളം കാലം ഈ കരട് വിജ്ഞാപനത്തിന് യാതൊരുവിധ നിയമസാധുതയില്ല എന്ന് ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള മുഴുവൻ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 24-ാം തീയതി ഈ കേസ് ഹരിത കോടതിയിൽ എത്തുകയാണ്. ഈ ഹരിത കോടതിയിൽ എത്തുന്ന സമയത്ത്
നിയമസാധുതയില്ലാത്ത ഈ കരട് റിപ്പോർട്ടാണോ അതോ സാധ്യതയുള്ള നവംബർ 13 വിജ്ഞാപനമാണോ അവർ അംഗീകരിക്കുക? ഇത് സാമാന്യ വിവരമുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. 25 ലക്ഷത്തോളം വരുന്ന മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനും ജീവിതവും വെച്ചിട്ടുള്ള ഈ കളി രാഷ്ട്രീയ കളിയായി മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം UDF നടത്തുന്ന സമയത്ത്, UPA സർക്കാരിന്റെ സിൽബന്ദികൾ നടത്തുന്ന സമയത്ത് അത് ശരിയല്ല. മനുഷ്യന്റെ ജീവനും സ്വത്തിനും അവന്റെ ജീവിതത്തിനും ശരിയായ രീതിയിലുള്ള പരിരക്ഷ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ ആളുകളും ഇത്തരത്തിലുള്ള സമരരംഗത്ത് വന്നിരിക്കുന്നത്. സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ഫാദർ പറഞ്ഞതുപോലെ തന്നെ ഇത് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടന്ന് അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ വോട്ട് പെട്ടിയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പോകും. ഇത് പക്ഷെ ഇവിടെ സർക്കാർ കൃത്യമായി പറയുന്നു, ശ്രീ നാരായണൻ വെളിയങ്കോട് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തു. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ആന്റണി ഇടപെട്ടു, സോണിയാഗാന്ധി ഇടപെട്ടു, രാഹുൽ ഗാന്ധി ഇടപെട്ടു. എല്ലാവരും ഒന്നിനു പുറകെ ഒന്നായി വിഷയത്തിൽ ഇടപെട്ടു. കഴിയുന്ന അത്ര പരമാവധി സമ്മർദ്ദം ഞങ്ങൾ ഉപയോഗിച്ചു. എന്നിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത്, കഴിഞ്ഞ വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നില് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അപേക്ഷ വ്യാഴാഴ്ചയാണ് എത്തുന്നത്. വ്യാഴം കഴിഞ്ഞ് വെള്ളിയുള്ളൂ, ശനി ഞായർ അവധി, തിങ്കളാഴ്ച ആകുമ്പോഴേക്ക് തീരുമാനം വരുന്നു. അത് അത്രയും ശക്തിയും സമ്മർദ്ദവും ഉപയോഗിച്ചതുകൊണ്ടാണ്. അതാണ് ഞാനും ചോദിക്കുന്നത്. ഇത് ശക്തിയും സമ്മർദ്ദവും ഉപയോഗിക്കേണ്ട ഒരു പ്രശ്നം ഇവിടെ ഇല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ണു ഉരുട്ടി കാണിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതിനുള്ള സാമാന്യ വിവരമുള്ള ആളുകൾക്കറിയാം. അല്ലെങ്കിൽ അവർ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്തായിരുന്നു? നവംബർ 13 വിജ്ഞാപനം പിൻവലിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും താൽക്കാലികമായിട്ടെങ്കിലും ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത് നിർത്തിവച്ചിരിക്കുന്നുവെന്ന്. ഇന്ന് നവംബർ 13 വിജ്ഞാപനം നിലനിൽക്കുന്ന സമയത്ത് ഒരു ഓഫീസ് മെമ്മോറാണ്ടം കൊണ്ടുവരികയും ഈ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇവരെന്താണ് ചെയ്യുന്നത്? അത് ഇന്നൊരു കരട് വിജ്ഞാപനമായിട്ട് ഇറക്കുന്നു. ഈ കരട് വിജ്ഞാപനത്തിനാണോ ഒറിജിനൽ ഇറക്കിയ വിജ്ഞാപനത്തിനാണോ നിയമസാധുത എന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ, മലയോര കർഷകർ അവർക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് നിലയുറപ്പിച്ചിട്ടുള്ള സമരസമിതികളെല്ലാം ഇതിന്റെ എതിർക്കുന്നത്. ഞാൻ KC ജോസഫിലേക്ക് വീണ്ടും മിനിസ്റ്റർ, ഇതാണ് ഇപ്പോൾ നാരായണൻ വെളിയങ്കോട് പറയുന്നത് പോലെ തന്നെ പിണറായി വിജയനാണെങ്കിലും കോടിയേരി ബാലകൃഷ്ണനാണെങ്കിലും പറയുന്നത് കേരളം വഞ്ചിക്കപ്പെട്ടു എന്നാണ്. നേരത്തെ PC ജോർജിനോട് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ താങ്കളോട് ഇപ്പൊ നേരത്തെ രണ്ട് കാര്യങ്ങളിലും താങ്കൾ പറഞ്ഞത് അന്തിമ വിജയമുണ്ടെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ പരിശ്രമങ്ങൾ ലക്ഷ്യത്തിലെത്തിയോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഇവിടെ ഈ കാര്യം പരിശോധിക്കുന്ന സമയത്ത് കേരളം വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ പരാതിക്ക് ഒരു അടിസ്ഥാനമുണ്ട്. അത് മനസ്സിലാക്കേണ്ടത്, അത് മനസ്സിലാക്കാത്തത് കൊണ്ട് അല്ലെ ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം ഈ പിണറായി പറയുന്നത് പോലെ തന്നെ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വോട്ട് പെട്ടിയിലായി കഴിഞ്ഞാൽ പിന്നെ എന്തു ആവാം? അല്ലെ, കഴിഞ്ഞ ഒരാഴ്ചത്തെ ഇവരുടെ എല്ലാം പ്രസ്താവന എടുത്ത് നോക്കിയാൽ മതി. ഇന്നലെ വരെ പതിവ് നോട്ടിഫിക്കേഷൻ ഉണ്ടാകത്തില്ല, കമ്മീഷൻ സമ്മതിക്കണമെന്നായിരുന്നു. കമ്മീഷൻ സമ്മതിച്ചാൽ പറയുന്നത് കമ്മീഷനിൽ രാഷ്ട്രീയമായ പ്രേരണ ചെലുത്തി. ഇതെല്ലാം കമ്മീഷനെ സംശയിക്കുകയാണ്. എന്ത് ചെയ്താലും ഇവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവരെ പിന്നെയും പക്ഷമില്ല. കോടിയേരിയും പിണറായും പറയും, കാരണം അവരുടെ മോഹങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. മാസശമാറ്റിയെ നേരിടുന്ന തകർച്ചയിൽ രക്ഷപ്പെടാനുള്ള ഓരോ പഴുതും നോക്കി നടക്കുകയാണ്. അവരെ പിന്നെ കാശമൊന്നുമില്ല. ശരി, ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, ഇതാണ് കാരണം. സർക്കാർ നടത്തിയ, ഇപ്പോൾ പിണറായി എന്ന് പറഞ്ഞാലും കോടിയേരി എന്ന് പറഞ്ഞാലും അതിൽ കാര്യമാക്കേണ്ടതില്ല. കാരണം ഞങ്ങൾ പരിശ്രമിച്ചു, അതാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. നേടിയെടുത്തു എന്ത്? കേരളത്തിന്റെ അവകാശം, ഔദാര്യമല്ല, കേരളത്തിന്റെ അവകാശം നേടിയെടുത്തു. ഒരുമിച്ച് സർക്കാർ, കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ പ്രവർത്തിച്ചതുകൊണ്ട് എന്ന്. അതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ഫാദർ. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണ്ടതുപോലെ പ്രവർത്തനം ഉണ്ടായിട്ടില്ല എന്ന പരാതി ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ട് ജനുവരി 10 റെഡിയായതാണ്. എന്നിട്ട് അതിന്മേൽ യാതൊരു നടപടിയും ഉണ്ടാകാൻ അവസാന ഓഫീസ് മെമ്മോറാണ്ടം 4 മാർച്ച് മാസം 4 വരുന്നത്. ഒരു ഗവൺമെന്റിന് 22 ലക്ഷം ആളുകൾ മുൾമുനയിൽ നിൽക്കുമ്പോൾ അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുവാൻ
ന്യായമായ സമയവും അവസരങ്ങളും ഉണ്ടായിരുന്നു. അതൊന്നും ചെയ്യാതെ ESI പ്രഖ്യാപനവുമായുള്ള 13-11 ഉത്തരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് പറയുമ്പോൾ അത് സ്വീകാര്യമല്ല. അതിലുള്ള ആത്മാർത്ഥതയിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അല്ല, പക്ഷെ ഫാദർ അങ്ങനെയല്ലല്ലോ വിഷയം. കാരണം ഇവിടെ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയുടെ എല്ലാ ശുപാർശകളും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കാരണം ഉമ്മൻ വി ഉമ്മൻ 123 വില്ലേജുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് അംഗീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെ തന്നെ പറഞ്ഞു 123 ഗ്രാമങ്ങളെ പരിസ്ഥിതി ലോലമായി അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങൾ കേരളത്തിന് നിർണയിക്കാം. പിന്നീട് ഇതിന് അതോടൊപ്പം നേരത്തെ വന്നിട്ടുള്ള ഓഫീസ് മെമ്മോറാണ്ടത്തിന് നിയമസാധുതയുണ്ടാകണം. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയുടെ അതുപോലെ അതിർത്തി പുനർനിർണയ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കപ്പെട്ടു. അത് അംഗീകരിച്ചുകൊണ്ടാണ് കരട് വിജ്ഞാപനം വരാൻ പോകുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇവിടെ നേതാക്കന്മാർ ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഓഫീസ് മെമ്മോറാണ്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഓഫീസ് മെമ്മോറാണ്ടത്തിന് നിയമപരമായ സാധ്യത ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കരട് വിജ്ഞാപനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്ന അറിയത്തിൽ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ സർക്കാർ നിക്ഷിപ്തമായ പ്രത്യേക അധികാരം ഉപയോഗിച്ച് 13-11 ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവ് പിൻവലിച്ചിട്ടില്ല. അതനുസരിച്ച് ഞങ്ങളെല്ലാവരും ESIയിലാണ്. ഞങ്ങളെല്ലാവരും പരിസ്ഥിതി ലോല മേഖലയിലാണ്. അതിർത്തിയെ പ്രത്യേകമായി തിരിച്ച് ഞങ്ങളെ 123 വില്ലേജുകളെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ നിന്ന് ഇതുവരെ ഞങ്ങൾ സ്വതന്ത്രരായിട്ടില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം. ഇത് വളരെ വ്യക്തമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആവശ്യവും ഞങ്ങളുടെ പോരാട്ടവും ഞങ്ങൾ പറയുന്ന കാര്യം സത്യമാണെന്നുള്ള ബോധ്യത്തിലാണ്. അത് രേഖകളുടെ പശ്ചാത്തലത്തിലാണ്. ഫാദർ, ചുരുക്കത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫാദർ പറയുന്നത് പോലെ വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നാളെ ഇപ്പോൾ കരട് വിജ്ഞാപനം വരികയാണെങ്കിൽ ആ കരട് വിജ്ഞാപനത്തിൽ നവംബർ 13 ഉത്തരവ് പിൻവലിക്കുന്നു എന്നുണ്ടാകണം. അത് കരട് വിജ്ഞാപനത്തിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. എക്സാക്ട്ലി അത് പറയണം. പക്ഷെ കരട് വിജ്ഞാപനത്തിൽ അങ്ങനെ ഒരു അന്തിമ വിജ്ഞാപനത്തെ മറികടക്കാനുള്ള അത് ഒഴിവാക്കാനുള്ള ഒരു പവർ കരട് വിജ്ഞാപനത്തിന് ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷെ അവസാനമായ ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഇങ്ങനെ താങ്കളുടെ സംസാര രീതി രമേശ് ചെന്നിത്തലയും നേരത്തെ സംസാരിച്ച PC ജോർജും പറയുന്നത് ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിലാണോ, അതോ ഇടതുപക്ഷം പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ ലൈൻ വെച്ചിട്ടാണോ സമരസമിതിയുടെ സംസാരം? ഹൈറേഞ്ച് സംരക്ഷണ സമിതിയെ കുറിച്ച് അറിയില്ലാത്തത് കൊണ്ടാണ്. 7 കൊല്ലമായ സമരമുഖത്താണ്. ഈ പട്ടയവുമായി ബന്ധപ്പെട്ട സമരങ്ങളാണ് ആദ്യം തുടങ്ങിയത്. ആ കാര്യത്തിൽ സർക്കാർ ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നീതിപൂർവമായ ഒരു തീരുമാനമെടുത്തില്ല. ഏറ്റവും അവസാനം ഫെബ്രുവരി 22 ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നിയമങ്ങൾ ഭേദഗതി ചെയ്ത് പട്ടയം തരാനുള്ള തടസ്സങ്ങൾ മാറ്റാമെന്ന് ഉറപ്പ് തന്ന ഡ്രാഫ്റ്റ് തയ്യാറായതാണ്. പക്ഷേ 28-ാം തീയതി നിയമപരമായി നിലനിൽക്കാത്ത ഒരു കടലാസ് മാത്രം ഇറക്കി ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. പട്ടയ നടപടികൾ ഞങ്ങളെ വഞ്ചിച്ചു. ESIയുടെ വിഷയത്തിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നത് മുതൽ ഈ പ്രദേശങ്ങളെ ആളുകളെ ESIയുടെ പരിധി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരങ്ങളായിരുന്നു. 13 ഉത്തരവ് വന്നതോടുകൂടി ആ സമരം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി. സർക്കാർ ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ജീവിക്കുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള ശക്തമായ നടപടി എടുക്കണമായിരുന്നു. അത് ഉണ്ടാകാത്തത് കൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. പറയുന്നതിൽ ഞങ്ങൾക്ക് ഒന്നും. വളരെ സന്തോഷം ഫാദർ ചർച്ചയിൽ പങ്കെടുത്തതിൽ. ഇതാണ് സമരസമിതിയുടെ നിലപാട്, ശ്രീ നാരായണൻ വെളിയങ്കോട്. കാരണം സമരസമിതി ഉന്നയിക്കുന്നത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല, മറിച്ച് അംഗീകരിക്കപ്പെടേണ്ട ആവശ്യങ്ങൾ തന്നെയാണ്. പക്ഷേ സർക്കാർ പറയുന്നത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇതല്ലേ സർക്കാരിന് സാധിക്കൂ. അത് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് പ്രതിപക്ഷവും സമരസമിതിയും? സുരേഷ്, ഇത് പ്രതിപക്ഷത്തിന്റെയോ ഭരണപക്ഷത്തിന്റെയോ സമരസമിതിയുടെയോ പ്രശ്നമല്ല. അത് മലയോര കർഷകർക്ക് അവരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ നിയമം കൊണ്ടുവന്നത് പിൻവലിച്ചെങ്കിൽ മാത്രമാണ് അവരുടെ ജീവിതത്തിനും ജീവനും വിലയുണ്ടായിരിക്കുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണ് കേരളത്തിലുള്ളത്. ഇതിനെ രാഷ്ട്രീയമായിട്ട് തിരിക്കുകയും വോട്ട് ബാങ്കാക്കി ഇതിനെ മാറ്റുകയും
കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് അത് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങള് 13,008 ചതുരശ്ര കിലോമീറ്റർ 123 വില്ലേജുകളിലായിട്ട് പരന്നു കിടക്കുന്ന ഈ സ്ഥലം, ഇത് അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ പ്രകൃതിയെ മാത്രം സംരക്ഷിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ച് അതിനെ സംബന്ധിച്ചിട്ട് എതിർക്കുന്ന ആളുകളെ തീവ്രവാദികളെന്നടക്കം വിളിച്ച് അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടത്തെ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ ശ്രമിക്കുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ പറ്റുന്ന കാര്യമല്ല. ഇതാണ് ശ്രീ കെ സി ജോസഫ് നേരത്തെ MM ഹസനാണ് ഇപ്പോൾ നാരായണൻ വെളിയങ്കോട് പറഞ്ഞതുപോലെ പറഞ്ഞത്. കാരണം പുരോഹിതന്മാരിൽ ചിലർ തീവ്രവാദികളെ പോലെ അല്ലെങ്കിൽ തീവ്രവാദ നിലപാടെന്ന് പറഞ്ഞത്. ചുരുക്കത്തിൽ ഈ സമരസമിതിക്ക് ഒരു രാഷ്ട്രീയമില്ല, അതെങ്കിലും മിനിമം മനസ്സിലാക്കേണ്ടേ. കാരണം നേരത്തെ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കൽ പറഞ്ഞതുപോലെ സമരസമിതി പട്ടയത്തിന് വേണ്ടിയിട്ട് വളരെ നേരത്തെ സമരം ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ, കാരണം 20,000 സ്ക്വയർ ഫീറ്റിൽ അധികമുള്ള കെട്ടിടം നിർമ്മിക്കാൻ പാടില്ല, വൈദ്യുതി എന്ന് പറയുമ്പോൾ ആ മേഖലയിലേക്ക് വ്യവസായം വരില്ല, സ്കൂൾ വരില്ല, ആശുപത്രി വരില്ല, കോളേജ് വരില്ല. ഇതൊക്കെ വലിയ പ്രതിസന്ധിയിലാകുമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയമില്ലാതെയാണ് സമരം. കെ സി ജോസഫ്, സമരസമിതിയുടെ ആശങ്കകൾ പരിഹരിക്കപ്പെട്ടു. കാരണം ഇത് ഈ കഴിഞ്ഞ 3 ദിവസമായി പറഞ്ഞ കാര്യം, ഓഫീസ് മെമ്മോറാണ്ടം പോരാ, നോട്ടിഫിക്കേഷൻ വേണം, നോട്ടിഫിക്കേഷൻ തയ്യാറായി. അപ്പോൾ അത് വൈകിപ്പോയി ഇത് പറഞ്ഞു. ഇയാൾ തെരഞ്ഞെടുപ്പായി കമ്മ്യൂണിസ്റ്റ് അംഗീകരിക്കില്ല, കമ്മ്യൂണിസ്റ്റ് അംഗീകരിച്ചു. ഇനിയിപ്പോ എന്താ പറയുന്നത് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉറവിമാനം വിളിച്ചാൽ എഴുന്നേക്കും, ഉറക്കം നടക്കുന്നത് എഴുന്നേക്കത്തില്ല. മറ്റൊരു കാര്യം ശ്രീ കെ സി ജോസഫ്, താങ്കൾക്ക് തിരക്കുണ്ടെന്ന് അറിയാം, അതുകൊണ്ടാണ് മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നത്. നാരായണൻ വെളിയങ്കോട്, കാരണം ഇപ്പോൾ ഏതായാലും കസ്തൂരി രംഗൻ ചർച്ചയിൽ നിന്ന് ഒന്ന് മാറിക്കഴിഞ്ഞാൽ, കുറച്ചു മുൻപ് നമ്മൾ PC ജോർജിനോട് സംസാരിച്ചതുപോലെ തന്നെ ഇവിടെ കേരള കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് തർക്കം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ UDF-ലെ പ്രശ്നങ്ങളെല്ലാം ഏതാണ്ട് കെട്ടടങ്ങുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. മുസ്ലിം ലീഗ് അഹമ്മദിനെതിരെ പ്രതിഷേധം വന്നത്, അത് ഇല്ലാതായി 2 സീറ്റ് അവിടെ. പാലക്കാട് ജനതാദളിന് കൊടുത്തു, സെക്യുലർ ജനതാദളിന് MP വീരേന്ദ്രകുമാർ അവിടെ മത്സരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ UDF-ലെ പ്രശ്നങ്ങളെല്ലാം, കാരണം RSP എടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡും KPCC എക്സിക്യൂട്ടീവും അംഗീകാരം നൽകി. ചുരുക്കത്തിൽ ശ്രീ കെ സി ജോസഫ്, UDF-ന് മുകളിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ കരട് വിജ്ഞാപനം അടക്കം UDF-ന് മുകളിൽ ഉണ്ടായിരുന്ന കാർമേഘങ്ങളെല്ലാം മാറുന്നു, ഒരു കലങ്ങി തെളിയുന്ന അന്തരീക്ഷത്തിലേക്കാണോ UDF പോകുന്നത്? കെ സി ജോസഫ്. അല്ല, ഇടുക്കി സീറ്റിന്റെ കാര്യത്തില് കെ സി ജോസഫ്, എന്റെ ചോദ്യം ഇതായിരുന്നു. കാരണം UDF-ൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞ് കൃത്യമായി തന്നെ കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞ് ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് വരുന്നോ UDF? കേൾക്കാമോ? UDF-ന്റെ ശൈലി തികച്ചും ജനാധിപത്യപരമാണ്. ഈ മുന്നണിയിൽ വലിയേറ്റലില്ല, ചെറിയ കക്ഷിയില്ല. ഇത് പ്രാരംഭം മുതലേ UDF ചർച്ചയുടെ ഘടകകക്ഷികളുമായി ബൈലാറ്ററൽ ഡിസ്കഷൻ നടത്തി, എല്ലാം ചർച്ചയും നടത്തി, പ്രയാസങ്ങൾ ഷെയർ ചെയ്ത് നിലപാടുകൾ ബോധ്യപ്പെടുത്തി മുമ്പോട്ട് പോകുന്നത്. പക്ഷെ CPM അങ്ങനെയല്ല, സീറ്റ് അടിച്ചേൽപ്പിക്കുകയാണ്. അതാണല്ലോ പോകാനുള്ള കാരണം. അവർക്ക് സീറ്റ് കിട്ടാത്തതിനേക്കാൾ അവരുടെ പ്രയാസം, അവരെ അവഗണിച്ച്, അവരെ പുറങ്കാൽ കൂടി ചവിട്ടി പുറത്താക്കി, അവരോട് ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല. ആ ശൈലിയല്ല UDF-നുള്ളത്. UDF ജനാധിപത്യപരമായി എല്ലാ കക്ഷികളെയും മാനിച്ച് മുമ്പോട്ട് പോകും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്. ശ്രീ AK ആന്റണി പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ 16 16+1 ആയിരിക്കും UDF കിട്ടാൻ പോകുന്നത്. 16+1 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. പക്ഷേ ആ 1ന്റെ കാര്യത്തിൽ, ഇടുക്കിയുടെ കാര്യത്തിൽ വീണ്ടും തർക്കമുണ്ട്. കാരണം അല്പം മുൻപ് PC ജോർജും പറഞ്ഞു ഇടുക്കി സീറ്റ് തർക്കം തന്നെയാണെന്ന്. അല്ല, ഇടുക്കി സീറ്റിന്റെ കാര്യത്തില് തർക്കം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല.
അത് ഇടുക്കി സീറ്റ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. ഞങ്ങൾക്ക് അത് പ്രയാസമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ വിശ്വാസം കേരള കോൺഗ്രസ് നിലപാട് ബോധ്യപ്പെടുന്നതിനാണ്. കാരണം ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ട് പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് എല്ലാവരും തയ്യാറാകണം. ശരി, വളരെ സന്തോഷം. വളരെ സന്തോഷം ചർച്ചയിൽ പങ്കെടുത്തതിൽ. ഇതാണ് ഇനി LDFിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. LDF ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്രീ നാരായണൻ പിള്ളയും കൂടെ വല്ലാത്തൊരു ക്രൈസിസിലല്ലേ. കാരണം INL നാളെ വിട്ടുപോകാൻ തീരുമാനിക്കുന്നു. ഒറ്റയ്ക്ക് മത്സരിക്കാൻ തന്നെയാണ് INLന്റെ തീരുമാനം. INL വളരെ ശക്തി കുറച്ചു കാണും നിങ്ങളെന്ന് അറിയില്ല. പക്ഷെ വടക്കോട്ട് കോഴിക്കോട് മേഖലകളിലൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത പാർട്ടി RSP വിട്ടുപോയി. അതോടൊപ്പം തന്നെ ജനതാദൾ S സീറ്റ് വേണമെന്ന് പറയുന്നു. മുന്നണി ഒരു വല്ലാത്ത പ്രതിസന്ധിയിലല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോൾ? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണിയായിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട് അവർക്ക്. ഇത് ഉന്നയിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു മുന്നണിയുടെ പ്രധാനമായിട്ടുള്ള കടമ. അത് വളരെ നല്ല രീതിയിൽ ഇടതുപക്ഷ മുന്നണിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, RSP മുന്നണി വിട്ടുപോയത് അത് അവർക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ടാണ് എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം RSP കൊല്ലം സീറ്റ് അവർക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നത് വളരെ വൈകിട്ടാണ്. ഈ കൊല്ലം സീറ്റില് കഴിഞ്ഞ പ്രാവശ്യം പീതാംബരക്കുറുപ്പ് ജയിക്കുകയും അതിന്റെ മുന്നേ 2 പ്രാവശ്യം CPIMന്റെ രാജേന്ദ്രൻ ജയിച്ചിട്ടുള്ള സീറ്റാണ്. 15 കൊല്ലമായിട്ട് ആ സീറ്റിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിച്ചു CPIM ആണ്. ആയതുകൊണ്ട് ആ സീറ്റ് അവർക്ക് ആവശ്യപ്പെടാനുള്ള ഒരു അർഹത അവർക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതാണ് ആവശ്യപ്പെട്ട. RSP പറയുന്നത് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ശക്തി ക്ഷയിപ്പിക്കുന്നു CPIM. കാരണം 9 MLA-മാരുണ്ടായിരുന്നത് 6 ആക്കിയും 4 ആക്കിയും 2 ആക്കിയും ഒക്കെ കൊണ്ടുവന്നു നിങ്ങൾ. അതുപോലെ തന്നെ ലോക്സഭയുടെ സീറ്റ് ഉണ്ടായിരുന്നു, രാജ്യസഭയിലും പ്രതിനിധി ഉണ്ടായിരുന്നു, K. പങ്കജാക്ഷനെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാതെയാക്കി പാർട്ടിയെ ക്ഷയിപ്പിച്ച് നശിപ്പിക്കുകയാണ്. ഇത് ഒരു സാമാന്യ വിവരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അംഗീകരിക്കുന്ന കാര്യമല്ല. അത് നമുക്കറിയാം. താമരാക്ഷനെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് അത് വെറും ഒരു കേൾവി മാത്രമാണ്. ബാബു ദിവാകരനെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു അഡ്രസ്സും ഇല്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം UDFിൽ ചേക്കേറുകയും UDFിന്റെ ഭാഗമായി നിൽക്കുകയും UDF അവരെ എത്രത്തോളം തകർക്കാൻ പറ്റും അത്രത്തോളം തകർത്ത് തരിപ്പണമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ട്. എന്നാൽ LDFിന്റെ ഭാഗത്ത് കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് നിൽക്കുന്ന പ്രേമചന്ദ്രനെ പോലുള്ള ആളുകളെ പൊതുജന മധ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും അവർക്ക് അർഹമായ സ്ഥാനം കൊടുക്കുന്നതിനും ശ്രമിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് CPIM, അതേപോലെ തന്നെ ഇടതുപക്ഷ മുന്നണി. പക്ഷേ UDFിലേക്ക് നോക്കൂ. UDF എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം കോൺഗ്രസ് ആദ്യമേ പറഞ്ഞു ഞങ്ങൾ സിറ്റിംഗ് സീറ്റിൽ എല്ലാ MP-മാരും മത്സരിക്കുമെന്ന്. ആ നീക്കം പോലും കോൺഗ്രസ് ഉപേക്ഷിച്ചു. എന്നിട്ടാണ് പ്രേമചന്ദ്രന് സീറ്റ് കൊടുക്കുന്നത്. K. മുരളീധരൻ പറഞ്ഞതുപോലെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കൂ. അവിടെ അടുത്തത് MP വീരേന്ദ്രകുമാർ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സീറ്റ് നൽകാത്തത് കൊണ്ടാണ് വീരേന്ദ്രകുമാർ UDFിലേക്ക് പോയത്. വീരേന്ദ്രകുമാർ ഇതാ പാലക്കാട് മത്സരിക്കാൻ പോകുന്നു. അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ആ സീറ്റിന്റെ അത് വെച്ചിട്ടാണ് ഇപ്രാവശ്യം സീറ്റുകളെല്ലാം വന്നിട്ടുള്ളത്. 47 MLA-മാരുള്ള CPIM 16 സീറ്റിലും അതേപോലെ തന്നെ 13 MLA-മാരുള്ള CPI 4 സീറ്റിലും മത്സരിക്കുന്നു. ഇത് കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ ആയിരുന്നു. എന്നാൽ 37 MLA-മാരുള്ള കോൺഗ്രസ് 17 സീറ്റിലാണ് മത്സരിക്കുന്നത്. 20 MLA-മാരുള്ള മുസ്ലിം ലീഗിന് അവർ കൊടുത്തിരിക്കുന്നത് വെറും 2 സീറ്റാണ്. 9 MLA-മാരുള്ള കേരള കോൺഗ്രസിന് അവർ കൊടുത്തിരിക്കുന്നത് 1 സീറ്റാണ്. മറ്റുള്ള ആർക്കും അവർ 1 സീറ്റ് പോലും കൊടുത്തിട്ടില്ല. ഇന്നിപ്പോ കൊടുത്തിരിക്കുന്ന എന്താണെന്ന് വെച്ചെങ്കിൽ വളരെ തോൽക്കുമെന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് പാലക്കാട് സീറ്റാണ് മറ്റേ ജനതാ പാർട്ടി അല്ല അത് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് വീരേന്ദ്രകുമാറിനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ വീട് ഉൾപ്പെടുന്ന വയനാട് സീറ്റിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ വേണ്ടി പറയുകയും അദ്ദേഹം അവിടെ തോൽക്കുകയാണെങ്കിൽ KMCC പ്രസിഡന്റ് ശ്രീ അൻവർ നഹ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ നഹ കേൾക്കാമോ? കേൾക്കാം.
മുസ്ലിം ലീഗ് 2 സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചിരിക്കുന്നു, മലപ്പുറത്തും പൊന്നാനിയിലും. കാരണം മലപ്പുറത്തെ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിൽ കീഴ്ഘടകങ്ങൾക്ക് മണ്ഡലം പ്രസിഡന്റുമാർക്കും മറ്റുമൊക്കെ പരാതി ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇ അഹമ്മദിനെയും ET മുഹമ്മദ് ബഷീറിനെയും സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. ന്യായീകരണം ദേശീയ തലത്തിൽ ഇ അഹമ്മദിന്റെ സേവനം അനിവാര്യമാണ് എന്നാണ്. ഏതായാലും 2 മണ്ഡലങ്ങളിലും വളരെ ശക്തമായി തന്നെ പ്രകടനം കാഴ്ചവെക്കാനും ജയിക്കാനും മുസ്ലിം ലീഗിന് കഴിയും, അല്ലെ? അതെ. ഇവിടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കന്മാർ ഇലക്ഷനിൽ ഉൾപ്പെടുന്ന എല്ലാ മണ്ഡലം കമ്മിറ്റികളുമായി കൂടിയാലോചനകൾ നടത്തി എന്നുള്ളത് സത്യമാണ്. അതിന്റെ പേരിൽ സ്ഥാനാർത്ഥികളെ മാറ്റാനുള്ള ഒരു ആലോചനയാണ് അതെന്ന രൂപത്തിൽ ഒരു ആശയം കുഴപ്പം ഉണ്ടാക്കുവാൻ ഇവിടെ മീഡിയ രംഗത്ത് ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് അതിനെയൊക്കെ മാറ്റിക്കൊണ്ടാണ് ബഹുമാന്യനായ തങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതും മുസ്ലിം ലീഗ് അതിന്റെ പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിയത്. ഇവിടെ ശ്രീ നഹ, ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത്രയും കാലമായി ഇ അഹമ്മദിന് മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. മണ്ഡലത്തിൽ പ്രവർത്തനം കേന്ദ്രീകരിക്കാൻ കഴിയാത്ത ഒരാളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് മണ്ഡലം കമ്മിറ്റികൾ പറഞ്ഞു എന്നായിരുന്നു വാർത്ത. ഇ അഹമ്മദ് സാഹിബിനെ പോലെയുള്ള ഇന്ത്യ രാജ്യത്തിനും മുസ്ലിം ലീഗിനും ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു വലിയ വ്യക്തിത്വം. നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു. തീർച്ചയായും ഇന്ത്യക്ക് പുറത്താണ് അദ്ദേഹത്തിന്റെ ഏറിയ സമയവും ചെലവഴിക്കപ്പെട്ടത്. മറ്റ് MP-മാരെ പോലെ അല്പം സമയം കുറവ് മാത്രമേ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ചെലവഴിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ അഹമ്മദ് സാഹിബിന്റെ ഒരു കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിന്റെ ഭരണപരമായുള്ള അക്കോംപ്ലിഷ്മെന്റ്, അത് മറ്റേത് MP-മാരെക്കാളും മുന്നിലാണ് എന്നുള്ളത് മറ്റൊരു വസ്തുത കൂടിയാണ്. അല്ല, പക്ഷെ ഇത് തന്നെയാണോ യാഥാർത്ഥ്യം? അതോ നഹ, ചെറിയൊരു സംശയം വരുന്നത് സീറ്റിന് വേണ്ടി പിന്നീട് തർക്കമുണ്ടായോ? കാരണം PV അബ്ദുൽ വഹാബ് രംഗത്ത് വന്നു, അബ്ദുൽ സമദ് സമദാനി രംഗത്ത് വന്നു. ഇങ്ങനെ പലരും സീറ്റിന് വേണ്ടി, മലപ്പുറം സീറ്റിന് വേണ്ടി വന്നപ്പോൾ അതിൽ നിർവാഹമില്ലാതെ ഒരു സമവായം എന്നുള്ള രീതിയിലാണോ ഇ അഹമ്മദിന് വീണ്ടും മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത്? ഞാൻ മനസ്സിലാക്കിയവിടത്തോളം മറ്റൊരു മൂവ്മെന്റ് ഒന്നും അവിടെ നടന്നിട്ടില്ല. ശ്രീ PV വഹാബ് തന്നെ അത് നിഷേധിച്ചല്ലോ. ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റാണ് ഇപ്പോൾ എന്തായാലും മുസ്ലിം ലീഗിന് ഉള്ളൂ. കാരണം കാസർഗോഡ് ലഭിക്കാൻ പോകുന്നില്ല. ആ 2 സീറ്റിലും കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിക്കും. തീർച്ചയായും ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പ്, 16ാം ലോക്സഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനെ മുസ്ലിം ലീഗ് ഒരു കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടി ശ്രീ മോഡിയെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ആദ്യമായി ഒരു പ്രൈം മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റായി രംഗത്ത് വരുന്നു. തീർച്ചയായും വലിയ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇന്ത്യയുടെ മതേതരത്വവും ബൗദ്ധതയും കാത്തു സൂക്ഷിക്കപ്പെടണം എന്നുള്ള വലിയ ലക്ഷ്യം മുസ്ലിം ലീഗിന് ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ സുരേഷ് സൂചിപ്പിച്ച പോലെ വലിയ രാഷ്ട്രീയ പ്രവർത്തനം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയും വൻ ഭൂരിപക്ഷത്തോടുകൂടി 2 സ്ഥാനാർത്ഥികളും അതോടൊപ്പം കേരളത്തിലെ മറ്റ് ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിക്കും എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. വളരെ സന്തോഷം ശ്രീ നഹ, അൻവർ നഹ, ചർച്ചയിൽ പങ്കെടുത്തതിലും KMCC-യുടെ നിലപാട് അറിയിച്ചതിലും. നാരായണൻ വെള്ളിയും കൂടെ ഇവിടെ ഇപ്പോൾ കേട്ടതുപോലെ തന്നെ UDF-ന്റെ നേതാക്കളെല്ലാം വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ്. LDF-ന് ആത്മവിശ്വാസമാണോ അടിപതറലാണോ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു വന്നത് വീരേന്ദ്രകുമാറിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കൂടെ സീറ്റിന്റെ കാര്യത്തെ സംബന്ധിച്ചിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന്റെ വീട് ഉൾപ്പെടുന്ന വയനാട് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടി പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് അത് സ്വീകാര്യമായില്ല. എന്നാൽ ഇന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത് വടകരയോ വയനാടോ അദ്ദേഹത്തിന് കിട്ടണമെന്നാണ്.
ഈ 2 സീറ്റും കൊടുക്കാൻ ഞങ്ങൾ സാധ്യമല്ല, വേണമെങ്കിൽ നിങ്ങൾ പോയിട്ട് പാലക്കാട് മത്സരിച്ചോളൂ എന്ന് പറഞ്ഞത് അത് അദ്ദേഹം 2 കൈയും നീട്ടി അംഗീകരിച്ചിരിക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് അവർ പോയത്. അതേപോലെ തന്നെ നമുക്ക് ശ്രീ നാരായണൻ വെളിയും കൂടെ ഇവിടെ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചെറിയൊരു സീറ്റ് ആണെങ്കിൽ പോലും ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റ് എന്ന് LDF പറയുന്ന പാലക്കാട് ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു നീക്കമോ ഒരു സൗമനസ്യമോ ഒരുപക്ഷെ RSPയോട് കാണിച്ച് നിങ്ങൾ കോട്ടയമോ പത്തനംതിട്ടയോ നൽകിയിരുന്നുവെങ്കിൽ RSP അത് സ്വീകരിക്കുമായിരുന്നു. അതുണ്ടായില്ല. അല്ല, RSPയുടെ കഥ വേറെയാണ്. RSP ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ നേരിടണമെന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് അവർ മുൻകൂട്ടി തന്നെ ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം UDFുമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് പുറത്തു വരുന്നത്. കാരണം അതിന്റെ പ്രധാന തെളിവായിട്ട് നമുക്ക് ഹാജരാക്കാനുള്ളത് ഒരു കാര്യമാണ്. 2 MLAമാർ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് തിരിച്ച് UDFിലേക്ക് വരുമെന്നുള്ള PC ജോർജ് അടക്കമുള്ള ആളുകളുടെ വർത്തമാനം മാസങ്ങൾക്ക് മുന്നേ നമ്മൾ കേട്ടതാണ്. ഈ മാസങ്ങൾക്ക് മുന്നേ കേട്ട അത് ഇന്നാണ് നമുക്ക് യാഥാർത്ഥ്യത്തിൽ എത്തുന്നത്. ഇതേ സമയത്ത് സീറ്റിന്റെ കാര്യത്തിലാണ് ഇന്നലെ അസീസും അതേപോലെ രാമകൃഷ്ണപിള്ള അടക്കമുള്ള ആളുകളുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിലപേശലും ഒരു കച്ചവടവും ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആയതുകൊണ്ട് തന്നെയാണ് അസീസ് അടക്കമുള്ള ആളുകൾ, അവരുടെ സംസ്ഥാന അസീസ് അടക്കമുള്ള ആളുകൾ പറഞ്ഞ് കൊല്ലം സീറ്റ് തന്നാലും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ധാർഷ്ട്യത്തിലേക്ക് അവർ നീങ്ങണമെങ്കിൽ അവര് മുൻകൂട്ടി എടുത്തുള്ള ഒരു തീരുമാനമാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു സീറ്റിന് വേണ്ടിയിട്ട് ഇത്രയും ഗൗരവമായിട്ട് ഇത്രയും കാര്യങ്ങൾ പറയത്തക്ക രീതിയിൽ അവര് ഒരിക്കലും തയ്യാറാവാൻ പാടില്ല. ഇതെന്താണ് അവസാനമായി 9 സീറ്റിന്റെ എണ്ണമൊക്കെ പറയുന്നുണ്ട്. 9 സീറ്റാണ് കേരള കോൺഗ്രസ് എമ്മിനുള്ളത്. ആ 9 സീറ്റുള്ള കേരള കോൺഗ്രസ് എം ഇപ്പോൾ ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ UDFുമായി കോൺഗ്രസുമായി ഉടക്കി നിൽക്കുകയാണ്. അവർ പറയുന്നു ഞങ്ങൾ കൂടിയാലോചിക്കട്ടെ എന്നാണ് അവസാനമായി പറയുന്നത്. ഇങ്ങനെ 9 സീറ്റുമായി ഒരു ആൾ വരും, അല്ലെങ്കിൽ ഒരു ദൈവദൂതൻ വരും എന്നുള്ള പ്രതീക്ഷയിലാണോ LDF നിൽക്കുന്നത്? അതാണോ കോട്ടയത്തും ഇടുക്കിയിലും ഒന്നും നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നത്? LDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു കുതിര കച്ചവടത്തിനാണ് അവർ തയ്യാറാവുന്നതെങ്കിൽ എത്രയും മുന്നേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറും. പക്ഷെ അത്തരം കാര്യങ്ങളിലേക്ക് ഒരിക്കലും പോവില്ല എന്നുള്ള ഉറച്ചൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ് ഈ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ ഇന്ന് നിലനിൽക്കുന്നതും. അത്തരത്തിലുള്ള ഒരു കാരണവശാലും ഒരു കാര്യത്തില് മുന്നോട്ട് പോകില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇതിന്റെ നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആയതുകൊണ്ട് കേരള കോൺഗ്രസ് ആയാലും മറ്റേത് പാർട്ടികളായാലും ശരി, ഈ RSP പോലെ വലിഞ്ഞു കയറി വന്നു കഴിഞ്ഞാൽ അതിനെ വലിച്ചു കയറ്റിയിട്ട് മുന്നണിയിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിലുള്ള യാതൊരു പരിപാടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുടരില്ല. നമുക്കത് കാത്തിരുന്ന് കാണാം. ഒരു പ്രേക്ഷകൻ കുറച്ച് സമയമായി നമ്മളോടൊപ്പം ടെലിഫോണിൽ തുടരുന്നുണ്ട്. ദയവായി ക്ഷമിക്കുക ഇത്രയും സമയം തുടരേണ്ടി വന്നതിൽ. പറയൂ, പേര് പറയൂ. ടോണി ജേക്കബ്. എങ്ങനെ കാണുന്നു താങ്കൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? രാഷ്ട്രീയ സാഹചര്യം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ UDFന് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു വല്ലാത്തൊരു ടെൻഷൻ സാഹചര്യമൊക്കെ മാറി എന്നാണ് UDF പറയുന്നത്. കാരണം ജനതാദളിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു, ലീഗിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു, അപ്പുറത്താണെങ്കിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ട് താനും. എങ്ങനെ കാണുന്നു UDFന്റെ നില? അത്രത്തോളം ഭദ്രമാണോ? താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെ? എന്റെ ഒരു കാഴ്ചപ്പാടില് UDF ആണ് ഇന്ന് മുന്നണി സംവിധാനത്തിൽ കുറച്ചുകൂടെ മാന്യമായി പെരുമാറുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. അതിനൊരു കാരണം പറയാനുള്ളത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ RSP പോലെയുള്ള ചെറിയ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കേരളത്തിൽ ഉദാഹരണങ്ങളുണ്ട്. ഇതിനു മുമ്പ് കേരളത്തിൽ വളരെ സജീവമായിട്ട് നിന്നിരുന്ന പല രാഷ്ട്രീയ പാർട്ടികളും ഇന്നില്ല. ഉദാഹരണത്തിന് SRP എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ടായിരുന്നു, ഇന്ന പാർട്ടി ഇല്ല. NDP എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു, ഇന്ന പാർട്ടി ഇല്ല. എന്തുകൊണ്ടില്ലാതെ പോയി? ഇത് സാധാരണ ജനങ്ങൾ ഇത് ചർച്ച ചെയ്യുകയും അത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. RSP ഇന്നെങ്കിലും ആ കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരവരുടെ പാർട്ടിയെ ശക്തിപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുവാനുമുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ട സമയത്താണ് അവരിങ്ങനെ ഒരു തീരുമാനമെടുത്ത് UDFിലേക്ക് മാറിയത്. അവരുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ആവശ്യകതയാണ് അവർക്ക്. ശരി, ഒരു കാര്യം കൂടെ, അതിനൊരു മറുപടി, അതിനുശേഷം അടുത്ത വിഷയത്തിൽ. ഇതേപോലെ അവരുടെ പാർട്ടി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പോയൊരു പാർട്ടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട താമരാക്ഷൻ. അതേപോലെ പോയിട്ടുള്ള ഒരു പാർട്ടിയാണ് ബാബു ദിവാകരൻ.
അവരുടെ ഒരു ഗതികേടിലേക്ക് പ്രേമചന്ദ്രനും ചെന്നെത്തുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്ന ഒരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാക്കുന്ന. കാരണം ഇവിടെ നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള മന്ത്രിമാരില് തോറ്റ ഒരാള് പ്രേമചന്ദ്രനാണ്. പ്രേമചന്ദ്രൻ തോറ്റത് അദ്ദേഹത്തിന് കഴിവില്ലാത്തത് കൊണ്ടല്ല, ആ മന്ത്രിസഭയിൽ നല്ല മന്ത്രി എന്ന പേരെടുത്തിട്ടുള്ള ഒരാളായിരുന്നു ആര്? പ്രേമചന്ദ്രൻ. അദ്ദേഹത്തെ തോൽപ്പിച്ചതാരാണ്? ഈ VP രാമകൃഷ്ണപിള്ളയും അതേപോലത്തുള്ള അസീസും അടക്കമുള്ള ആളുകളാണ് അവരെ അവിടെ തോൽപ്പിച്ചത്. അവർ തോൽപ്പിക്കുന്നതിന് കഴിഞ്ഞ പ്രാവശ്യം കൊല്ലം ജില്ലയിൽ മത്സരിച്ചിട്ടുള്ള ആളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അടക്കം തോൽപ്പിച്ചതാരാണ്? അത് ഇതുവരെയുള്ള ഒരു തമ്മിലുള്ള ഒരു ഞാൻ സമയം തീരാൻ പോവുകയാണ്. അവസാനമായി സോണി, മറ്റൊരു കാര്യം കൂടി, UDFന്റെ നില അത്രയും ഭദ്രമാണെന്ന് പറയുമ്പോൾ പോലും ഒരുപക്ഷെ കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ വീണ്ടും രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നുള്ള സൂചനയാണ് നൽകുന്നത്. കാരണം ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നും കേരള കോൺഗ്രസ് എം പറയുന്നു. ഈ കേരള കോൺഗ്രസ് എമ്മിന് 9 അംഗങ്ങളുണ്ട്. അവർ വിട്ടുപോന്നാൽ സംസ്ഥാന സർക്കാർ താഴെ വീണു. വേണമെങ്കിൽ LDF വിചാരിച്ചു കഴിഞ്ഞാൽ KM മാണിയെ മുഖ്യമന്ത്രിയുമാക്കാം, ഇടുക്കി സീറ്റും കൊടുക്കാം, കോട്ടയം സീറ്റും കൊടുക്കാം. മൊത്തം കാര്യങ്ങൾ തകരാറിലാവും. എന്റെ ഒരു അഭിപ്രായത്തില് യാതൊരു കാരണവശാലും മാണി സാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. അതുപോലെ തന്നെ സൂര്യരംഗൻ റിപ്പോർട്ടില് ഇന്ന് സഭയുടെ കാഴ്ചപ്പാടാണ് മുഖ്യമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. കേരള കോൺഗ്രസിന് അത്ര തീവ്രമായ ഒരു കാഴ്ചപ്പാടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരള കോൺഗ്രസിന് അഥവാ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ തന്നെ പൊതുവായിട്ടുള്ള സാധാരണ കർഷകർക്ക് വേണ്ടി അല്ല അവർ സംസാരിക്കുന്നതെന്നും അവര് സഭയ്ക്ക് ഉള്ള സ്ഥാപനങ്ങളും അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള എസ്റ്റേറ്റ് സ്ഥാപനങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അത് സംസാരിക്കുന്നതെന്ന് KM മാണി സാറിന് നല്ല വ്യക്തമായിട്ട് അറിയാം. അല്ല, പക്ഷെ സഭയൊക്കെ ആണെങ്കിൽ, ഇന്നിപ്പോൾ ആലഞ്ചേരി പിതാവൊക്കെ ആണെങ്കിൽ കരട് വിജ്ഞാപനത്തെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇപ്പൊ ആദ്യമേ അവര് വരുന്നത് എങ്ങോട്ടാ? UDFന്റെ ലൈനിലേക്ക് വരികയാണ്. UDFന്റെ ലൈനിലേക്ക് വരാതെ അവർക്ക് ഈ വിഷയത്തിൽ യാതൊരു രീതിയിലും കേരളീയ സമൂഹത്തിന്റെ മുമ്പില് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ലാതെ വരും. UDFന്റെ ലൈനിൽ വന്നേ പറ്റുള്ളൂ അവർ. ശരി, വളരെ സന്തോഷം. സമയപരിമിതി ഉണ്ട്, അതുകൊണ്ടാണ്. വളരെ സന്തോഷം ചർച്ചയിലേക്ക് വിളിച്ച് സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം. അതോടൊപ്പം തന്നെ നാരായണൻ വെളിയങ്കോടിനും വളരെയധികം സന്തോഷത്തോടെ നന്ദി അറിയിക്കുന്നു. ചർച്ച പൂർണ്ണമാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത മന്ത്രി ശ്രീ KC ജോസഫ്, സർക്കാർ ചീഫ് വിപ്പ് PC ജോർജ്, അതോടൊപ്പം തന്നെ ചർച്ചയിൽ നമ്മളോടൊപ്പം സംസാരിച്ച ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ. എല്ലാവർക്കും നന്ദി. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മറ്റ് പ്രധാന വാർത്തകളിലേക്ക്.